ഒരു ഭരണകക്ഷി എംഎൽഎക്ക് പോകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ദൂരം അദ്ദേഹത്തിന് പോയി. ഇനി ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സ്വയം ഔട്ടായി എന്നാണ് ഭരണകക്ഷിന്ന്. പക്ഷെ അങ്ങനെ ഔട്ടാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഭരണകക്ഷി തന്നെ ഭരണകക്ഷിക്കെതിരെ രംഗത്ത് വരുമ്പോൾ കേരളത്തിൽ ആകെ കുത്തഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ ലോ ആൻഡ് ഓർഡറിന്റെ പരാജയം, വകുപ്പുകളുടെ പരാജയം, ഇങ്ങനെയൊക്കെ ധാരാളമുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായിട്ട് കാണാം. പക്ഷേ ഒരു അധോലോക ബന്ധം കേരള ഗവൺമെന്റുമായിട്ട് വരുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ്. ജാവേദ്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയിൽ ജാവേദ്കർ പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ കേസിൽ നിന്നും ഞങ്ങൾ രക്ഷിച്ചു തരാം. ഞാൻ ഈ ജയരാജനെ പെർമനന്റായിട്ട് മാറ്റിയെന്നുള്ള അഭിപ്രായക്കാരനല്ല. അദ്ദേഹത്തിന് LDFന്റെ കൺവീനർ സ്ഥാനത്ത് മാത്രമാണ് മാറ്റിയത്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റിയില്ല? ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അത് ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. അതിൽ പറഞ്ഞത് ഹിന്ദുക്കൾ രക്ഷപ്പെടണമെങ്കിൽ മോഡി വരണം എന്നൊരു പ്രചരണം ഏറ്റിരുന്നു. നമ്മൾ പറഞ്ഞത് ഇന്ത്യ സഖ്യം ഭരിക്കണം, അതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ ഇങ്ങനെ ഈ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, മോഡി വന്നേ തീരൂ എന്നുള്ള പ്രചരണത്തിന്റെ കൂടെയാണ് പൂരം മുടങ്ങി. കുടുംബയോഗം നന്നായില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകും. ഞാൻ തിരുവനന്തപുരത്ത് പോവാണ്, രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞ് പോയ ആളാണ്. അപ്പോൾ പൂരത്തിനൊന്നും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, കാലത്തും ഉണ്ടായിട്ടില്ല, ഉച്ചയ്ക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ പൂരം ഈ വെടിക്കെട്ട് ഇല്ലാതായി, പൂരം കലങ്ങിയെന്ന് വാർത്ത വന്നപ്പോഴാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ അദ്ദേഹം വരുന്നത്. മുകേഷ് ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ പറഞ്ഞ നടിയെ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയാൻ എന്നെ മുമ്പ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എന്നോട് 1 ലക്ഷം ആവശ്യപ്പെട്ടു. അതിൽ നിന്ന് എന്നെ കള്ളത്തരം വ്യക്തമായില്ലേ? അൻവർ പറഞ്ഞ പ്രധാന കേസുകൾ എന്ന് വെച്ചാൽ കൊലപാതകം വരെ ഇവർ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, നടന്ന ചില കൊലപാതകങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം, അത് മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരം ടൗണിലൊക്കെ ഗുണ്ടകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ എല്ലാം പോലീസ് ആകെ നിർവീര്യമായി പോവുകയാണ്. പോലീസിനെ കരുത്തില്ലാതെ പോയിരിക്കുന്നു. ആകെ UDFന്റെ ജനപ്രതിനിധികളെയും UDFന്റെ പ്രവർത്തകരെയും തല്ലി ശരിയാക്കുക എന്നുള്ള ഒറ്റ ഡ്യൂട്ടിയെ ഇന്ന് കേരള പോലീസിനുള്ളൂ. ഒരു കള്ളനെ പോലും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരള പോലീസ് എത്തി. ചില കേസുകളിൽ മോഷണം നടന്ന സ്ഥലത്തൊക്കെ ആ മോഷണം നടന്ന വീട്ടുകാർ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിയെ പിടിച്ച് ഞങ്ങൾ ആക്ഷൻ എടുത്തോളാം, ആ രീതിയിലേക്ക് പോലീസ് അതപ്പതിച്ചു പോയി. അതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ADGP ശശിയൊക്കെ ആ സ്ഥാനത്ത് തന്നെ, അതാണ് പറഞ്ഞത്, അവരെ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഒന്ന് ഈ ടീം പോരാ, ഒന്നുകിൽ DGPക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഫ്രീ ഹാൻഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി തന്നെ ഇതിൽ നടത്തണം, അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. പക്ഷെ അങ്ങനെ ഏത് രീതിയിൽ അന്വേഷണം നടന്നാലും ബന്ധപ്പെട്ടവരെ മാറ്റി നിർത്തണം. അജിത് കുമാറിനെയും മാറ്റി നിർത്തണം, അതുപോലെ തന്നെ ശശിയെ മാറ്റി നിർത്തണം. അടിയന്തരമായി ഇതിനൊക്കെ ഈ എല്ലാ സ്വർണ്ണക്കടത്തിനും നേതൃത്വം നൽകുന്ന സുജിത്ത് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പത്തനംതിട്ട SP, അദ്ദേഹത്തിനെയും തീർച്ചയായിട്ടും ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് സാറേ, ഇപ്പം വീണ വിജയൻ്റെ കേസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇലക്ഷനൊക്കെ വരുന്നത്, പാർലമെന്റ് ഇലക്ഷൻ. അപ്പം ഈ തൃശ്ശൂരിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു BJP സ്ഥാനത്തെ ജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് പിണറായി വിജയൻ്റെ ആവശ്യമല്ലായിരുന്നു? തീർച്ചയായിട്ടും അതാണല്ലോ ജാവേദ്കർ പറഞ്ഞത്. ജാവേദ്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയിൽ ജാവേദ്കർ പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ കേസിൽ നിന്നും ഞങ്ങൾ രക്ഷിച്ചു തരാം. 2, അടുത്ത ഭരണം നിങ്ങളെ ഏൽപ്പിക്കാം, ഞങ്ങൾ സഹായിച്ചു തരാം. പക്ഷേ ഞങ്ങളുടെ ഒരാളെ പാർലമെന്റിൽ അയക്കണം. അപ്പം അതിന് അവർ തിരഞ്ഞെടുത്ത തൃശ്ശൂരാണ്. അത് പുറത്തു വന്ന കുറ്റത്തിന് ജയരാജനെ തൽക്കാലം മാറ്റി നിർത്തിയതാണ്. ഞാൻ ഈ ജയരാജനെ പെർമനന്റായിട്ട് മാറ്റിയെന്നുള്ള അഭിപ്രായക്കാരനല്ല. അദ്ദേഹത്തിന് LDFന്റെ കൺവീനർ സ്ഥാനത്ത് മാത്രമാണ് മാറ്റിയത്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റിയില്ല? അപ്പം അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി അറിവോടുകൂടി തന്നെയാണ് ഇങ്ങനെ സംഭാഷണം നടന്നത്. പക്ഷേ അത് ഫലവത്തായില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ അജിത് കുമാറിനെ അയച്ചതും. അങ്ങനെയുള്ളൊരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് പൂരം കലങ്ങിയത്. ഇപ്പോഴേ കോൺഗ്രസും പഴയ ഈ എക്സാലോജിക്ക് കേസും ഇതൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അല്ല, ഇപ്പോൾ ഞങ്ങളെടുത്തിട്ടുള്ള ഇപ്പോൾ ഏതാണ്ട് ഒരു തീരുമാനം എന്ന് പറയുന്നത്,
മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഈ 6-ാം തീയതിയുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കണം. കാരണം ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങൾ മാത്രമല്ല, ആദ്യം രാജിവെക്കേണ്ട ഇവരൊക്കെ കൂട്ടുപിടിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ചാർജ് ഷീറ്റുമായി കോൺഗ്രസും UDFും സമരരംഗത്തേക്ക് വരികയാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് 6-ാം തീയതിയുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച്. ഈ UDFിന് ഇത്രയും വലിയ വിഷയങ്ങളുള്ളപ്പോൾ UDFിൻ്റെ പ്രതിപക്ഷ പ്രവർത്തനം ശരിക്കൊരു ഫലവത്താവുന്നുണ്ട്. അതായത് നമ്മുടെ പല പ്രവർത്തകർക്കും കുറച്ച് ആവേശം കൂടിയിട്ട് ഇവിടെ എന്താ പറയേണ്ടത്, ഇപ്പൊ LDF ആണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ കേരളം കത്തിച്ചേരെന്നൊക്കെ ഒരു പറയാറുണ്ട്. പക്ഷെ അങ്ങനത്തെ അത്രയൊരു സ്റ്റെപ്പിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. പക്ഷെ സമരം കുറെ കൂടെ ഊർജിതമാക്കണം എന്നുള്ള ഫീലിംഗ് മൊത്തത്തിലുണ്ട്. അത് നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവുമെന്നാണ് എന്നെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. അപ്പോൾ ഇനി അതൊരു സാറിൻ്റെയൊക്കെ ചോദിക്കുന്നതിനകത്തൊരു അർത്ഥമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറ്റിയൊരു പാളിച്ച എന്ന് പറയുന്നത് ഇത് എന്തുമാത്രം റിയാക്ഷൻ ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതായത് ഇപ്പോൾ ഇന്ന് BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ ചോദിച്ചൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പൂരം കലക്കിയതിൻ്റെ ഒരു വികാരം മുരളീധരനും കിട്ടിയില്ലല്ല, എന്തുകൊണ്ട് സുരേഷ് ഗോപിയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അത് ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. അതിൽ പറഞ്ഞത് ഹിന്ദുക്കൾ രക്ഷപ്പെടണമെങ്കിൽ മോഡി വരണം എന്നൊരു പ്രചരണം ഏറ്റിരുന്നു. നമ്മൾ പറഞ്ഞത് ഇന്ത്യ സഖ്യം ഭരിക്കണം, അതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ ഇങ്ങനെ ഈ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, മോഡി വന്നേ തീരൂ എന്നുള്ള പ്രചരണത്തിൻ്റെ കൂടെയാണ് പൂരം മുടങ്ങിയത്. സത്യത്തിൽ പൂരത്തിൻ്റെ പ്രദർശന നഗരിക്ക് അമിതമായിട്ടുള്ള ടാക്സ് ഈടാക്കിയപ്പോൾ, ദേവസ്വം ബോർഡ് ഈടാക്കിയപ്പോൾ അതിനെതിരായി സമരം നയിച്ചത് കോൺഗ്രസ്സാണ്. അന്ന് MP ആയിരുന്ന പ്രതാപന്റെ നേതൃത്വത്തിൽ ഒരു ഏകദിന ഉപവാസം ഉണ്ടായിരുന്നു. ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ഞാനവിടെ കാൻഡിഡേറ്റ് ആവുന്നൊരു രൂപമില്ല. അന്ന് കോൺഗ്രസ്സാണ് മുൻപന്തിയിൽ നിന്നത്. പക്ഷേ എലക്ഷൻ സമയത്ത് ഇങ്ങനെ നടത്തിയൊരു പ്രചരണവും അതിൻ്റെ കൂടെ പൂരം മുടങ്ങിയതുമായപ്പോൾ സിറ്റുവേഷൻ ആകെ മാറി. കാരണം പൂരത്തിൻ്റെ അന്ന് വരെ മത്സരായുധമില്ല ജയിച്ചാൽ എല്ലാവരും ഒരു 60% ആളുകളും പറഞ്ഞിരുന്നത് മുരളീധരനും സുനിൽകുമാർ ഏറ്റ മത്സരം എന്നാണ്. പക്ഷേ പൂരത്തിന് ശേഷമാണ് അതുവരെ രംഗത്തില്ലാതിരുന്ന സുരേഷ് ഗോപി പിന്നീട് രംഗത്ത് വരുന്നത്. അദ്ദേഹം ഞാനൊക്കെ കാൻഡിഡേറ്റ് ആയിട്ട് ചെല്ലുന്ന ദിവസമാണ് ഒരു ദളിത് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് കുടുംബയോഗം നന്നായില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോവാണ്, രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞ് പോയ ആളാണ്. അപ്പോൾ പൂരത്തിനൊന്നും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, കാലത്തും ഉണ്ടായിട്ടില്ല, ഉച്ചയ്ക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ പൂരം ഈ വെടിക്കെട്ട് ഇല്ലാതായി പൂരം കലങ്ങിയെന്ന് വാർത്ത വന്നപ്പോഴാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ അദ്ദേഹം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അപ്പോൾ ഇത് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് UDFിനെ സംഭവിച്ചൊരു പാളിച്ച എന്ന് പറയുന്നത്. ഈ അതിനെതിരായിട്ട് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷൻ വല്ലതും അന്നുണ്ടായോ? ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പൂരം കലക്കിയത് LDF ആണ്, പോലീസാണ്. അത് കലക്കിയത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ്. ഇത് ഞാൻ 17-ാം തീയതി കാലത്ത് പറഞ്ഞു. പൂരം 16-ാം തീയതി ഏതെങ്കിലും 17-ാം തീയതി കാലത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ നമുക്ക് വളരെയധികം എന്താ പറയേണ്ടത്, ഒരു പാളിച്ച പറ്റിയ കാര്യത്തിൽ. ഇപ്പോൾ ഈ അൻവർ ഇപ്പോൾ കുറേ വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു ഈ ഉണ്ടിരുന്ന നായകർക്ക് ഉൾവിളി ഉണ്ടായെന്ന് പറഞ്ഞ പോലെ ആണോ, അത് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും? അല്ല, ഏതായാലും അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. അതെ, ഇപ്പൊ അദ്ദേഹം കീഴടങ്ങി എന്നോ അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഒരു ഭരണകക്ഷി MLAക്ക് പോകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ദൂരം അദ്ദേഹത്തിന് പോയി. ഇനി ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സ്വയം ഔട്ടായി എന്നാണ് ഭരണകക്ഷിന്ന്. പക്ഷെ അങ്ങനെ ഔട്ടാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അത് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് അദ്ദേഹം റിട്ടേൺ ആയിട്ട് കൊടുത്തു. ആർക്ക്? മുഖ്യമന്ത്രിക്കും കൊടുത്തു, പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ക്ലിയറാണ്, അദ്ദേഹത്തിന്റെ റോൾ അവസാനിച്ച് ഇനി ചെയ്യേണ്ട സർക്കാരാണ്. പക്ഷേ ആ സർക്കാരിന്റെ അന്വേഷണത്തിന് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർക്കെതിരെ പ്യൂൺ അന്വേഷിച്ചാൽ പോരാ. അപ്പം ലൈൻ ക്ലിയറാണ്. പിന്നെ ഇപ്പം ഈ സിനിമാ മേഖലയിൽ CPMന്റെ 2 പ്രമുഖരായിട്ടുള്ള ഒരു സംവിധായകനും ഒരു നടനും, ആ നടനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഇപ്പൊ MP ആയിട്ട് മത്സരിപ്പിച്ച ആളാണ്. അപ്പോൾ അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാലാവധി കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ദിവസം കഴിഞ്ഞു. പക്ഷേ സർക്കാർ നാളത്തേക്ക് കാത്തിരിക്കുക.
ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എം വിൻസെന്റിനെതിരെ ഒരു സ്ത്രീ പരാതി പറഞ്ഞു. സ്പോട്ടിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, മുകേഷിനെ അല്ല വിൻസെന്റിനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഈ ലൈംഗിക ആരോപണം വന്നു, അദ്ദേഹത്തിനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തു. പക്ഷേ മുകേഷിനെതിരായിട്ട് പരസ്യമായി പറഞ്ഞിട്ട് പോലും ആക്ഷൻ എടുത്തില്ല. കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴാ ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴാണ് സ്ത്രീ പീഡനം, ഭവനഭേദനം എന്നൊക്കെ പറഞ്ഞ് കേസ് എടുത്തിട്ടുള്ളത്. 7 പേർക്കെതിരെ ഇതേ മോഡൽ കേസ് എടുത്തു. അതിൽ മുകേഷിനും മുൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനും എതിരായിട്ട് മാത്രമേ കോടതി സ്റ്റേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ബാക്കി 5 പേരെയും തൊട്ടില്ല. അതെ, രഞ്ജിത്തിനെയും അതുപോലെ തന്നെ സിദ്ദിഖിനെയും ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. വിൻസെന്റിനും എൽദോസ് കുന്നപ്പള്ളിക്കും ഒരു നീതി, മുകേഷിന് വേറെ നീതി എന്നുള്ള, രഞ്ജിത്തിനും വേറെ നീതി എന്നുള്ള അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, 4 വർഷം അടയിരുന്നതിൻ്റെ കാരണം ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഫീലിംഗ് പുറത്ത് വന്നു കഴിഞ്ഞു. അല്ല, ഇങ്ങനെ ഈ റിപ്പോർട്ട് കയ്യിൽ ഇരിക്കുമ്പം തന്നെ ആണല്ലോ ഇലക്ഷൻ വരുന്നത്. അല്ല, 2 കാര്യമുണ്ട്. ഒന്ന്, ഈ മുകേഷ് ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ പറഞ്ഞ നടിയെ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയാണ്, എന്നെ മുമ്പ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എന്നോട് 1 ലക്ഷം ആവശ്യപ്പെട്ടു, അതിൽ നിന്ന് എന്നെ കള്ളത്തരം വ്യക്തമായില്ലേ. 24 മണിക്കൂർ കൊണ്ട് മലക്കം മറിഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മുകേഷ് ആദ്യ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഭാര്യ സരിതയായിട്ട് ഡൈവോഴ്സ് കഴിഞ്ഞത്. സരിത വളരെ മോശമായിട്ടാണ് മുകേഷിനെ കുറിച്ച് പറഞ്ഞത്. ഇന്റർവ്യൂ ചെയ്ത വീണ ജോർജാണ് ഇന്റർവ്യൂ നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് മേതിൽ ദേവിയുടെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിന് ശേഷമാണ് 1ാമത്തെ ഇലക്ഷൻ വരുന്നത്. സ്ഥാനാർത്ഥിയെ അദ്ദേഹം ജയിച്ചു. പക്ഷേ 2ാം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് കൊടുത്തു. ആർക്ക്? മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അപ്പോൾ ഇതിൽ പരാമർശമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ 2ാമതും സ്ഥാനാർത്ഥിയാക്കി. ആ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ 2ാം ഭാര്യയില്ല. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് 2ാം ഭാര്യ പറയുന്നത്, ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് 2 സ്ത്രീകളെ ഉപേക്ഷിച്ച പീഡനക്കേസിൽ പ്രതിയായിട്ടുള്ള, അന്ന് പ്രതിയായിട്ടില്ലെങ്കിലും പീഡനക്കേസ് ആരോപിക്കപ്പെട്ട വ്യക്തിയെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ എന്തോ പിണറായി വിജയൻ ഇതുപോലുള്ള അൺവാണ്ടഡ് എലിമെന്റ്സിനോട് താല്പര്യം ഇപ്പൊ കാണും. അതാണ് ജനത്തിന് ഇനി അറിയാനുള്ള സംശയം. ബാക്കി എല്ലാ കാര്യത്തിലും മുകേഷിനെ സംരക്ഷിക്കുന്നതും പിണറായി, രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതും പിണറായി, പി ശശിയെ സംരക്ഷിക്കുന്നതും പിണറായി, അതുപോലെ തന്നെ AD അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതും പിണറായി. അതിൻ്റെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങളെന്നാണ് അറിയാനാണ് ഇപ്പൊ ജനം ആഗ്രഹിക്കുന്നത്. അത് വേറെ ഏതെങ്കിലും ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ദോഷകരമായിട്ടുള്ള ഏതൊക്കെയോ കാര്യങ്ങൾ, തീർച്ചയായും എന്തൊക്കെയോ കട്ടന്റെ പുറകിലുണ്ട് എന്നാണ് ജനം സംശയിക്കുന്നത്.